ഹലോ എവരിവൺ, KTറ്റിന് അപ്പിയർ ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. KTറ്റിനെ കുറിച്ച് ഒട്ടും ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എക്സാമിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും അങ്ങനെ പലതും. അപ്പോൾ ഇതിൽ വരുന്ന സിലബസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ സെക്ഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് KTet എക്സാമിന് 3 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് സൈക്കോളജി പാർട്ടിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ 1 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ആ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഏത് സബ്ജക്റ്റ് എടുത്തവർക്കും സെയിം ആയിരിക്കും. ഓക്കെ. പിന്നെ പാർട്ട് 2 ലാംഗ്വേജ് ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, അങ്ങനെ ഏതും എടുക്കാം. സാധാരണ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ്, മലയാളമൊക്കെയാണ് എടുക്കുക. അപ്പോൾ 41 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ മലയാളം ചൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ 41 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലുള്ള ബേസ് ചെയ്തിട്ടായിരിക്കും. ഇംഗ്ലീഷ് ചൂസ് ചെയ്തവർക്ക് 41 മുതൽ 70 വരെ ആ ഇംഗ്ലീഷിൻ്റെ ബേസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ. നെക്സ്റ്റ് പാർട്ട് 3, അവിടെയാണ് നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. ആ പാർട്ട് 3 നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, നമ്മുടെ ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, ഉറുദു ആണോ, മാത്തമാറ്റിക്സ് ആണോ, സോഷ്യോളജി ആണോ, അങ്ങനെ ഏതാണോ നമ്മുടെ സബ്ജക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെക്ഷൻ 3 അഥവാ പാർട്ട് 3 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ 71 to 150, 71 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ റിസർവേഷൻ ഉള്ളവർക്ക്, OBC ഉള്ളവർക്ക് 82 മാർക്സ് മേടിച്ചാൽ മതി പാസ്സാവാൻ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇത് 90 ആവും. പിന്നെ SC ST അങ്ങനെ ഉണ്ടെങ്കിൽ 82 വാങ്ങിക്കേണ്ട, കുറച്ചും കൂടി താഴേക്ക് വരാം. അവർക്ക് ഏകദേശം ഒരു 55% മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് പാസ്സാവാൻ പറ്റും. ഓക്കെ. എല്ലാവരുടെയും ഒരു സംശയമാണ് KTet എക്സാം ടഫാണോ എന്ന്. പാർഷ്യലി അല്ലാന്ന് വേണം പറയാൻ. മറ്റ് എക്സാമിനെ അപേക്ഷിച്ച് എളുപ്പമാണ്. പക്ഷേ നല്ല വെൽ പ്ലാൻഡ് ആയാൽ മാത്രമേ നമുക്ക് പാസ്സാവാനും പറ്റുള്ളൂ. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ മൈന്യൂട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ കാരണം കിട്ടാതെ പോകുന്നതാണ്. നമുക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ കാരണം. അപ്പോൾ നമ്മൾ വെൽ പ്ലാൻഡ് ആണെങ്കിൽ ഇത് ഈസിയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നതാണ്. നമ്മൾ തെറ്റിച്ച് ആൻസർ എഴുതുകയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യാതെ വിട്ടു എന്ന് കരുതിയിട്ട് നെഗറ്റീവ് സ്കോറിങ് അവിടെ വരാത്തതുകൊണ്ട് അത് വലിയൊരു ഗുണമാണ് നമുക്ക്. സാധാരണ രീതിയിൽ ഇത് 3 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു എക്സാം. കൊറോണ ആയിട്ട് അത് വർഷത്തിൽ 2 തവണ ഒക്കെ ആക്കിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചസ് വരാം. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയും മറ്റു ന്യൂസ് ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ചെറിയ വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാം. പിന്നെ ഇതിൻ്റെ ഫീ നമ്മുടെ കാറ്റഗറി അനുസരിച്ചാണ്. OBC ആണോ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണോ, SC ST, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ കാണിക്കും. ഓക്കെ. മാക്സിമം 500 അത്രയ്ക്ക് വരുള്ളൂ. 500 അല്ലെങ്കിൽ ഒരു 750, 250 അങ്ങനെ വേരിയേഷൻസ് ഓരോ സമയത്ത് വരാറുണ്ട്. മെയിനായിട്ട് 500 OBC ആയിരിക്കും ഒട്ടുമിക്ക പേരുണ്ടാവുക, അല്ലെങ്കിൽ SC STകളായിട്ട്. അപ്പോൾ അവർക്ക് 250 ആ ഒരു റേഞ്ചാണ് ഉണ്ടാവുക. ചെറിയ വേരിയേഷൻസ് വരികയാണെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാനും പറ്റും. ഓക്കെ. ഇതിൻ്റെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ 150 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2.5 മണിക്കൂറുടെ എക്സാമാണിത്. അതുപോലെ തന്നെ പലർക്കും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് BEd അല്ലെങ്കിൽ TTC ഇക്വാലൻസി ആയിട്ട് ഡിഗ്രി പ്ലസ് TTCയോ അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കണം, BEd ട്രെയിനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഒരു TET എക്സാം എഴുതണമെങ്കിൽ കാറ്റഗറി 3ക്ക് നമുക്ക് ഡിഗ്രി പ്ലസ് BEd ട്രെയിനിങ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷേ 3 സെക്ഷൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു പാറ്റേൺ ആയിരിക്കും. ഇപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡേ ബൈ ഡേ ആയിട്ട് ബേസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഓരോന്നായി പഠിച്ചു തുടങ്ങാം. അഡോളസെൻറ്റ് സൈക്കോളജിയുടെയും പാർട്ട് Bയിലെ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ പാർട്ട് 3ലെ ഇംഗ്ലീഷിൻ്റെയും സിലബസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റ് സബ്ജക്റ്റുകാർ ഞാൻ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് അതിലൂടെ പോയി നോക്കാം. അല്ലെങ്കിൽ KTetൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് കിട്ടുന്നതാണ്. ഓക്കെ. താങ്ക് യു.